ഇപ്പൊ കാണിക്കുന്ന ആവേശം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ പ്രയാസം ഉണ്ടാവില്ലല്ലോ. പരട്ട സത്യം പലതും പറഞ്ഞ് നമ്മളെ പ്രകോപിപ്പിക്കാൻ നോക്കും. എന്തോന്ന് പ്രകോപനം ഞാൻ കേട്ടിട്ടുണ്ട്. എന്തോന്നു പ്രകോപനം എന്ന് വെച്ചാൽ ഒരുതരം കോരിട്ടിളക്കല്. ഓഹോ, ഇനി അവന്മാരങ്ങനെ ചെയ്താ പപ്പഞ്ചി പറ. നമ്മൾ സമ്മയനം പാലിക്കണം. സമ്മയനോ? സമ്മയനം എന്നുവെച്ചാ എന്ന് വെച്ചാ മിണ്ടാതെ നിക്കണോന്ന്. ഭാരത് മാതാ കി ജയ്. ഇപ്പൊ ഈ ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, RSS നടത്തിയ ഒരു 10 സ്വാതന്ത്ര്യ സമര പോരാട്ടം പറയാൻ, ക്വിറ്റ് ഇന്ത്യ സമരം പോലെ, നിയമലംഘന പ്രസ്ഥാനം പോലെ, നിസ്സഹകരണ പ്രസ്ഥാനം പോലെ പറയാൻ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? അന്ന് ഇവരുടെ പണി വേറെ ആയിരുന്നു. അന്ന് ഇവരുടെ പണി രാജ്യത്തെ ഒറ്റുകൊടുക്കലായിരുന്നു. ബ്രിട്ടീഷുകാർക്കൊപ്പം ഇവർ ചേർന്നിട്ടില്ല ഇല്ലേ? ഇതൊക്കെ ബ്രിട്ടീഷുകാർക്കൊപ്പം ആയിരുന്നില്ലേ? അപ്പൊ അത്രയ്ക്കൊക്കെ വേണം. ഇപ്പൊ കുറ്റബോധങ്ങളുള്ളതല്ല, നല്ല സൂചനയാണ്. ഞങ്ങൾ അന്ന് അതിലൊക്കെ പങ്കാളികളായിരുന്നു എന്ന് പറയാൻ കാണിക്കുന്ന ഒരു ശ്രമമുണ്ടല്ലോ. ഞാനതിനെ പോസിറ്റീവായിട്ട് കാണുന്നത്. അന്ന് ചെയ്യണമായിരുന്നു. ആ ലെഗസിന്റെ പ്രശ്നമാണ്. ഞാൻ പറയുന്നത് ക്ഷേത്രങ്ങളിലേക്ക് എന്തിനാണ് നമ്മൾ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നത്? അത് പോയിന്റ്